ഡോക്ടർ മുഖർജി, താങ്ക് യു വെരി മച്ച്. ഞാൻ ഒരുപാട് പ്രതീക്ഷകളുമായാണ് ഇങ്ങോട്ട് വന്നത്. ഇതാ നോക്കൂ, ഞാനൊരു സൈക്കാട്രിസ്റ്റാണ്. ഞാൻ ദൈവമൊന്നുമല്ല, എന്നാലും പരമാവധി പരിശ്രമിക്കും. ബാക്കിയുള്ളത് നിങ്ങളുടെ സഹകരണം പോലെ ഇരിക്കും. പിന്നെ നിങ്ങളുടെ സാഹചര്യം ഒരു ഘടകമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എല്ലാ സപ്പോർട്ടും കൊടുക്കാം. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങൾ നിറവേറ്റി തരും. പക്ഷേ ഞങ്ങൾ എത്ര കാലം ഇവിടെ തങ്ങേണ്ടി വരും? ഇതാ നോക്കൂ, എനിക്കിപ്പോഴേ അതൊന്നും പറയാൻ സാധിക്കില്ല. ആദ്യത്തെ സിറ്റിംഗ് കഴിയട്ടെ, അതിനുശേഷം നോക്കാം. ഇതാ നോക്കൂ, ഞാൻ നൽകുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് മറ്റുള്ളവർ കൊടുക്കുന്നത് പോലെയുള്ള ഒന്നല്ല. ടോട്ടലി അത് ഡിഫറെൻ്റ് ആയിരിക്കും. തുടക്കത്തിൽ നമുക്ക് രണ്ടുപേർക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. എന്നാലും ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ പൂർണ്ണ സഹകരണം ആവശ്യമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ബെർണാഡിയെ നാളെ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. എന്തു പറയുന്നു? ഓക്കെ, എങ്കിൽ നിങ്ങൾ നാളെ തന്നെ ഇവിടേക്ക് വന്നോളൂ. ശരി. താമസിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. പിന്നെ 24 മണിക്കൂറും എൻ്റെ അസിസ്റ്റൻറ്റും സഹായത്തിന് കാണും. ഓക്കെ. പിന്നെ ഡെയിലി വേജസ് പേയ്മെൻ്റായിട്ട് നിങ്ങൾ അവന് പണം കൊടുക്കണം. അതുപോലെ തന്നെ റൂം റെൻറ്റും മറ്റുള്ള പേയ്മെൻറ്റുകളും ദിവസം സെറ്റിൽ ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും കാണില്ല. ഞങ്ങൾക്ക് സഹായകമാകും. നിങ്ങൾ ആ കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അല്ല, നിങ്ങൾ നിങ്ങളുടെ പേയ്മെന്റ് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ പറയാം. ആദ്യം ട്രീറ്റ്മെൻറ്റ് തുടങ്ങട്ടെ, പിന്നെ എല്ലാം നോക്കാം. മറ്റൊരു കാര്യം, നിങ്ങൾ എല്ലാവരും സിക്കിമിലുള്ള കാര്യം പേഷ്യൻ്റ് ഒരിക്കലും അറിയാൻ പാടില്ല. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇത് അതുപോലൊരു കേസാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ വളരെ സീക്രട്ടായിട്ട് തന്നെ വെക്കണം. പറഞ്ഞത് ശരിയാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ നാളെ തന്നെ വന്നോളാം. ഓക്കെ. Good afternoon, Marnali. How are you? Fine. You? എന്തിനു വേണ്ടിയാ എന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? Myself, Dr. Sukur Mukherjee. But you can call me only Subu. Okay, but... നിങ്ങൾ കുറേ നേരമായിട്ട് ഒറ്റയ്ക്കല്ലേ ഈ മുറിയിലുള്ളത്? എന്നെ എന്തിനാ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? ഐ ഡോണ്ട് നോ. അതിരിക്കട്ടെ, എന്ത് ട്രീറ്റ്മെന്റാ നിങ്ങൾ എനിക്ക് ചെയ്യാൻ പോകുന്നത്? എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഇല്ലില്ല, ഞാൻ ഭ്രാന്തിന് ചികിത്സിക്കുന്ന ഡോക്ടറല്ല. ഞാൻ ഒരു കൗൺസിലിംഗ് ഡോക്ടറാണ്. ആക്ച്വലി എല്ലാ മനുഷ്യർക്കും ഇമോഷണൽ പ്രോബ്ലം ഉണ്ട്. ആ ഇമോഷണൽ മനസ്സിലാക്കിയിട്ട് അവർക്കത് സോൾവ് ചെയ്യാൻ സഹായിക്കും. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓക്കെ, എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എന്താ വേണ്ടേ? എൻ്റെ അടുത്തുനിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? മറ്റൊന്നുമല്ല, ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏർപ്പെട്ട് അത് ആരോടെങ്കിലും ഷെയർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എന്നോട് നിങ്ങൾക്ക് പറയാം. ഞാൻ അതിന് പരിഹാരം കാണും. പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ പറയാൻ തുടങ്ങിയാലേ അത് കേട്ടതിന് ശേഷം അത് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പറയൂ, പേടിക്കാതെ എല്ലാ കാര്യങ്ങളും പറയൂ. ഞാൻ ഒരാളെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. അവനാണ് ലോകമെന്ന് കരുതി. ഓരോ സെക്കൻഡിലും ഞാൻ അവനെ മിസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഹി നോസ് എവരിതിങ്, ബട്ട് ഹി ഡോണ്ട് കെയർ അബൌട്ട് മീ. എന്നെ മൈൻഡ് ചെയ്തില്ല. അത് ശരി, അയാൾ ആരാ?
അയാൾ ആരാന്ന് എനിക്കറിയില്ല. പക്ഷേ അയാളെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഓരോ തവണ വന്നിട്ട് മായ പോലെ മറഞ്ഞു പോകുന്നു. അവൻ അത് വിട്ടേക്ക്. എനിക്ക് വേണ്ടി അവനെ നിങ്ങൾ കണ്ടുപിടിച്ചു തരുമോ? അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ശരി, അറ്റ്ലീസ്റ്റ് അയാളുടെ പേരെങ്കിലും ഒന്ന് പറ. പേരോ? വളരെ നാളുകൾക്ക് ശേഷം അതുപോലെയുള്ള കണ്ണുകൾ. അതേ ചുണ്ടുകൾ. അതേ മണം. നിന്നെയാണ് കുറെ കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? അന്വേഷിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ എല്ലാവരും ചേർന്ന് അവനെ കൊന്നില്ലേ? ആരെ കൊന്നെന്നാണ്? ഞാൻ നിനക്കൊന്നും ആകാൻ സമ്മതിക്കില്ല. ഞാനുണ്ടല്ലോ, ഞാനില്ല കൂടെ. ഞാൻ നിന്നെ നോക്കിക്കോളാം. നിനക്കൊരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. ഒന്നും സംഭവിക്കില്ല. ഞാൻ നിന്നെ രക്ഷിക്കാം. ഇപ്പോൾ തന്നെ ബർണാളിയുടെ മുറിയിലേക്ക് വരൂ. അതെ, ഇപ്പോൾ തന്നെ. വെരി അർജന്റ്. ഒന്ന് വേഗം വരണം. പറയൂ സർ. ഇതാ നോക്ക്, ഇവിടെ ഒന്ന് നോക്കിക്കോ. ഷീ ഈസ് വെരി ഡേഞ്ചറസ്. ഞാൻ ഇപ്പൊ പോവുക. വേഗം ഞാൻ തിരിച്ചു വന്നേക്കാം. എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെ ഇവള് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ ശരി, അപ്പോൾ തന്നെ എന്നെ വിളിക്കണം. ഓക്കെ? ശരി സാറേ. എല്ലാവർക്കും ഒരു പേഴ്സണാലിറ്റി കാണും. അവളുടെ ഉള്ളിൽ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. അത് മാത്രമല്ല,
അവൾ ഇടയ്ക്കിടയ്ക്ക് മൾട്ടിപ്പിൾ പേഴ്സണായിട്ട് മാറുന്നു. അതുകൊണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, വെരി ഡേഞ്ചറസ്. അതുകൊണ്ട് നിങ്ങളുടെ മകളെപ്പറ്റി നിങ്ങൾക്ക് എന്തെല്ലാം അറിയാമോ ആ കാര്യങ്ങളെല്ലാം എന്നോട് പറയുക. ഒരു കാര്യവും എന്നോട് മറയ്ക്കാൻ പാടില്ല. നിങ്ങൾ എന്തെങ്കിലും എന്നോട് മറയ്ക്കുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ മകളെ പൂർണ്ണമായും ഭേദമാക്കാൻ എനിക്ക് സാധിക്കില്ല. ആക്ച്വലി ഞാൻ ബെർണാളിയുടെ സ്റ്റെപ്പ് ഫാദറാണ്. അതെ, അവളുടെ അച്ഛൻ 2 വർഷം മുമ്പ് നടന്ന ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അദ്ദേഹം എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. ആദിത്യ എന്നായിരുന്നു പേര്. അന്ന് ആ കാറിൽ അദ്ദേഹത്തോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. ആ, ആദ്യമൊക്കെ ഞാൻ ദൈവം അതായിരിക്കും വിധിച്ചതെന്ന് വിചാരിച്ചു. പക്ഷെ അവളുടെ അമ്മയെ കല്യാണം കഴിച്ചതിന് ശേഷം അവള് കാര്യങ്ങളെയൊക്കെ വേറൊരു രീതിയിൽ കാണാൻ തുടങ്ങി. അവളുടെ അച്ഛനെ ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞു. ബട്ട് അവരുടെ ആ മോശമായിട്ടുള്ളൊരു സാഹചര്യം കണ്ടു തന്നെയാണ് ഞാൻ അവരെ വിവാഹം കഴിച്ചത്. ഓക്കെ, അവൾ ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടിരുന്നു? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? പക്ഷേ അതൊരു പ്രണയമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കതങ്ങനെ തോന്നിയിട്ടില്ല. എന്താ നിങ്ങൾ പറയുന്ന ഒന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും എനിക്കും അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഷീസ് ഓൾവേസ് സെർച്ചിങ് സംവൺ. ആ, എല്ലാ പ്രശ്നത്തിനും കാരണം അവൾ അന്വേഷിക്കുന്ന ആ വ്യക്തിയാണ്. അതിരിക്കട്ടെ, ഇതല്ലാതെ വേറെന്തെങ്കിലും നിങ്ങൾക്കറിയാവോ? ഞാൻ ബെർണാഡിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ആ സമയത്ത് കേട്ടിരുന്നു. അതായത് ഇത് നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. ഇതാ നോക്കൂ, പ്ലീസ്, നിങ്ങൾ എന്നോടൊന്നും മറക്കരുത്. എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ആ സമയങ്ങളിലൊക്കെ ബെർണാളി അവളുടെ കാമുകൻ ആരാണെന്ന് അവള് കണ്ടുപിടിച്ചു. അവളുടെ അച്ഛൻ്റെ മരണത്തിന് ശേഷമാണ് അവൾക്ക് ഈ പ്രശ്നം തുടങ്ങിയത്. അതിരിക്കട്ടെ, ഇക്കാര്യം എന്താ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടോട് പറയുന്നത്? അപ്പൊ നിങ്ങൾ കേട്ടോളൂ. അവൾ ആരെയാണ് പ്രണയിച്ചതെന്നറിയോ? ഞാനത് പറയട്ടെ? പറയൂ. അത് വേറെ ആരെയല്ല, അവളുടെ അച്ഛൻ ആദിത്യല്ല.